അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് എന്ന ടോപ്പിക്ക് പരിചയപ്പെട്ടതാണ്. അതിൽ നമ്മൾ ഗ്രൂപ്പും എടുത്തു തന്നു, സോഷ്യലൈസേഷനും എടുത്തു നമ്മൾ ഇൻ ദ സെക്കൻഡറി സോഷ്യലൈസേഷൻ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ, ഇൻ ദ സെക്കൻഡറി സോഷ്യലൈസേഷൻ. ഇനി അതിൽ തന്നെ സെയിം ടോപ്പിക് തന്നെയാണ്. ആ ടോപ്പിക്കിൽ വരുന്ന മറ്റൊരു പോയിന്റാണ് സോഷ്യോളജിക്കൽ കൺസെപ്റ്റിൽ നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞു, സോഷ്യലൈസേഷൻ എടുത്തു, സെക്കൻഡറി സോഷ്യലൈസേഷൻ എടുത്തു. ഇനി സെയിം ടോപ്പിക്കിൽ തന്നെ വരുന്ന മറ്റൊരു പോയിന്റാണ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും. ഇൻ ഗ്രൂപ്പ് എന്താണെന്നും അതേപോലെ തന്നെ ഔട്ട് ഗ്രൂപ്പ് എന്താണോ എന്നാണ് നമ്മൾ അതിൽ പറയാൻ പോകുന്നത്. അവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ആൻ ഇൻഡിവിജ്വൽ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ മെനി പീപ്പിൾ. ഒരു വ്യക്തി എന്നത് നിരവധി ആളുകളുടെ സംഭാവനകളുടെ ഫലമാണ്. എന്താണ് പറയുന്നത് ഇൻ ഗ്രൂപ്പില്? ആൻ ഇൻഡിവിജ്വൽ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ മെനി പീപ്പിൾ. ഒരു വ്യക്തി എന്നത് നിരവധി ആളുകളുടെ സംഭാവനകളുടെ ഫലമാണ്. known and unknown whose influence go in the making of the person. With some people we interact, communicate, with whom we share a bond and intimacy. അതായത് അറിയപ്പെടുന്നവരും അറിയാത്തവരുമായവരുടെ സ്വാധീനം വ്യക്തിയുടെ രൂപീകരണത്തിൽ ചെലുത്തുന്നു. നോവൺ ആൻഡ് അൺനോവൺ, അറിയപ്പെടുന്നവരും, അൺനോവൺ എന്ന് പറഞ്ഞാൽ എന്താ? അറിയപ്പെടാത്തവരുടെയും ഇൻഫ്ലുവൻസ്, സ്വാധീനം. അറിയപ്പെടുന്നവരുടെയും അറിയപ്പെടാത്തവരുടെയും സ്വാധീനം ഒരു വ്യക്തിയുടെ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തും എന്നാണ് പറയുന്നത്. known and unknown whose influence go in the making of the person. With some people we interact, communicate, with whom we share a bond and intimacy. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അറിയപ്പെടുന്നവരുടെയും അറിയാത്തവരുടെയുമായ സ്വാധീനം ആ വ്യക്തിയുടെ രൂപീകരണത്തിൽ എന്ത് ചെലുത്തുന്നുണ്ട്? ഇൻഫ്ലുവൻസ് വരുത്തുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതേപോലെ ചില ആളുകളുമായി നമ്മൾ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാം? ഇവിടെ വിത്ത് സം പീപ്പിൾ വി ഇന്ററാക്ട്, ചില ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുക. എന്താ ഇന്ററാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുപ്പം പുലർത്തുന്നു. അപ്പോൾ നമുക്കറിയാം ചില ആളുകളുമായി നമ്മൾ ഇടപഴകുന്നു. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ്, പിന്നെന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ? ആശയവിനിമയം നടത്തുന്നു, അവരുമായി നമുക്കൊരു അടുപ്പ ബന്ധം എന്നിവ പങ്കിടുന്നു. ഇതിനൊക്കെ നമുക്ക് എന്തായിട്ട് കാണാം? ഇൻ ഗ്രൂപ്പ്. അപ്പോൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തി എന്നത് നിരവധി ആളുകളുടെ സംഭാവനയുടെ ഫലമാണ്. അറിയപ്പെടുന്നവരും അറിയാത്തവരുമായവരുടെ സ്വാധീനം ആ വ്യക്തിയുടെ രൂപീകരണത്തിൽ ചെലുത്തുന്നു. ചില ആളുകളുമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടപഴകുന്നു. സം പീപ്പിൾ വി ഇന്ററാക്ട്, ചില ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇടപഴകുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം പുലർത്തുന്നുണ്ട്. അവരുമായി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുപ്പം പുലർത്തുന്നുണ്ട്. വിത്ത് ഹൂം വി ഷെയർ എ ബോണ്ട് ആൻഡ് ഇൻറ്റിമസി, അടുപ്പം പുലർത്തുന്നുണ്ട്, ബന്ധം പുലർത്തുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ but there are others with whom we rarely meet. എന്നാൽ നമ്മൾ ചില ആളുകളെ അപൂർവമായി കണ്ടുമുട്ടുന്ന മറ്റു ചിലരുണ്ട്. ചില ആളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈനംദിന ജീവിതത്തിൽ അവരുമായിട്ട് അടുപ്പം പുലർത്താറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ അവരുമായിട്ട് ഇടപഴകാറുണ്ട്, അങ്ങനെ ആശയവിനിമയങ്ങൾ നടത്താറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അവിടെ ബട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാൽ there are others with whom we rarely meet. എന്നാൽ നമ്മൾ ചില ആളുകളുമായിട്ട് എങ്ങനെയുണ്ട്? അപൂർവമായി കണ്ടുമുട്ടുന്നവരുമുണ്ട്.
ചില ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, അപൂർവമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. വിത്ത് ദ ലേറ്റർ വി ഹാവ് എ ഫങ്ഷണൽ റിലേഷൻ ആൻഡ് എനിത്തിങ് മോർ ദാൻ ദാറ്റ് വിത്ത് ദം വുഡ് ബി ആൻ ഇൻസ്ട്രക്ഷൻ ഇൻ ടു പ്രൈവറ്റ് സ്പേസ്. അതായത് രണ്ടാമത്തേതുമായി നമുക്ക് പ്രവർത്തനപരമായ ബന്ധങ്ങളുണ്ട്. അവരുമായി അതിലുപരി എന്ത് സ്വകാര്യ ഇടങ്ങളിലേക്കും കടന്നു കയറ്റമായിരിക്കാം. അതായത് ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരുന്നു, നമ്മൾ ആളുകളുമായിട്ട് പരസ്പരം ബന്ധം പുലർത്തുന്നതാണ് ഇൻ ഗ്രൂപ്പ്. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചില ആളുകളേനെ പരിചയമില്ലാത്ത ആളുകളേനെ ചിലപ്പോൾ നമ്മൾ റയറായിട്ട് അപൂർവമായി കണ്ടുമുട്ടുന്ന ആളുകളുണ്ട്. അതാണ് ഔട്ട് ഗ്രൂപ്പ്, അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്രവർത്തനപരമായ ബന്ധങ്ങളുടെ അതിലുപരി അത് സ്വകാര്യ ഇടങ്ങളിലേക്ക് കടന്നു കയറ്റമാകാന്നാ പറയണത്. രണ്ടാമത്തത് എന്താണ്, റയർലി ആയിട്ട് കണ്ടുമുട്ടുന്നവരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്, പ്രൈവറ്റ് സ്പേസ്, അവരുടെ സ്വകാര്യപരമായ കാര്യങ്ങളിലേക്കുള്ള, അതായത് ഒരു നമ്മൾ പരിചയമില്ലാത്ത ആളുകൾ നമ്മളോട് വർത്താനം പറയാൻ വരുമ്പോൾ നമുക്ക് അതെന്താണ്, നമ്മളുടെ അതായത് നമുക്ക് യാതൊരു വിധ പരിചയവും ഇല്ല. എന്താ പരിചയം ഇല്ലാത്ത ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കാൻ വരികയെന്ന് വിചാരിക്കുക. അങ്ങനെ സംസാരിക്കാൻ വരികയാണെങ്കിൽ അതെന്താണ്, നമ്മുടെ സ്വകാര്യ ഇടങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതാണ് എന്ത്, ഔട്ട് ഗ്രൂപ്പ്. മനസ്സിലായോ? അതായത് ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം ഇടപഴകുകയും കമ്മ്യൂണിക്കേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുക. എന്നാൽ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത ആളുകളെ കണ്ടുമുട്ടുകയും അവർ നമ്മളുടെ സ്വകാര്യപരമായ കാര്യങ്ങളിലേക്ക് പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്നു കയറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ thus the introduction of maintained distance emergence, one with whom a person is close, no one and the other with whom a person has only have a specific functional relation. അങ്ങനെ അകലം പാലിക്കുന്നതിൻ്റെ ആമുഖം ഉയർന്നു വരുന്നു. Thus the introduction എന്ന് പറഞ്ഞാൽ എന്താണ്, ആമുഖം. Thus the introduction of maintained distance emerged. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അകലം പാലിക്കുന്നതിൻ്റെ ആമുഖം അവിടെ എന്ത് ചെയ്യുന്നു, ഉയർന്നു വരുന്നു. ഒരാൾ അടുത്തയാളും അറിയപ്പെടുന്നയാളും മറ്റൊരാൾ പ്രത്യേക പ്രവർത്തനപരമായ ബന്ധം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ്, the introduction of maintained distance emerges. അങ്ങനെ പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അകലം പാലിക്കുന്നതിൻ്റെ ആമുഖം, ഇൻട്രഡക്ഷൻ ഉയർന്നു വരുന്നു. ഒരാൾ അടുത്തയാളും അറിയപ്പെടുന്ന ആളുമായിരിക്കാം, എന്നാൽ മറ്റൊരാൾ എങ്ങനെയായിരിക്കാം, പ്രവർത്തനപരമായ ബന്ധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരാൾ എങ്ങനെയായിരിക്കാം, പ്രവർത്തനപരമായ ബന്ധം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എന്നത് കൊണ്ട് വ്യക്തമാക്കുന്നത്. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബന്ധം പുലർത്തുന്നവരായിരിക്കാം. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് വലിയ റയറായിട്ടുള്ള ആളുകളായിരിക്കും, അവരുമായിട്ട് വലിയ പരിചയമൊന്നും ഉണ്ടായിരിക്കില്ല. അവർ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ അത് നമ്മളുടെ സ്വകാര്യ നിമിഷത്തിലേക്കുള്ള കടന്നു കയറ്റമായിട്ടാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ അകലം പാലിക്കുന്നതിൻ്റെ ഒരു ആമുഖമാണ് ഔട്ട് ഗ്രൂപ്പിലൂടെ ഉയർന്നു വരുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് എമർജസ് എന്ന് പറയുന്നത് അകലം പാലിക്കുന്നതിൻ്റെ ഒരു ആമുഖം അവിടെ ഉയർന്നു വരുന്നു. ഒരാൾ അടുത്തയാളും അറിയപ്പെടുന്ന ആളും, ഇവിടെ ഒരാൾ എങ്ങനെയാണ്, അടുത്തയാളായിരിക്കും. ഇൻ ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ അടുത്ത ആളായിരിക്കും, ഔട്ട് ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ അറിയപ്പെടാത്ത ആളുമായിരിക്കും. അത് പ്രവർത്തനപരമായ ഒരു ബന്ധം മാത്രമായിട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. സ്പെസിഫിക് ഫങ്ഷണൽ റിലേഷൻ ആയിട്ട്, സ്പെസിഫിക് ഫങ്ഷണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവർത്തനപരമായ ഒരു ബന്ധമായിട്ടാണ് അതവിടെ നിലനിൽക്കുന്നത്. ഇനി നമുക്ക് എന്താണ് സ്ട്രേഞ്ചർ എന്ന് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ സ്ട്രേഞ്ചർ? അതായത് സോഷ്യോളജിക്കൽ കൺസെപ്റ്റിൽ വരുന്ന പോയിന്റ് ആണ് സ്ട്രേഞ്ചർ.
എന്താണ് സ്ട്രേഞ്ചർ എന്ന് നോക്കാം. The stranger is nothing but an unfamiliar person but who happen to be in the world we live. The stranger is a person who belong to no one category or group. അപരിചിതൻ ഒരു അപരിചിത വ്യക്തി മാത്രമാണ്. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ ആരാ? അപരിചിതൻ. അപ്പൊ the stranger is nothing but an unfamiliar person. അപരിചിതൻ ഒരു അപരിചിത വ്യക്തി മാത്രമാണ്. അപരിചിതൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അപരിചിത വ്യക്തി മാത്രമാണ്. But who happen to be in the world we live. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് യാദൃച്ഛികമായി അവൻ ജീവിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? യാദൃച്ഛികമായിട്ടാണ് അവൻ ജീവിക്കുന്നത്. അപ്പൊ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ അപരിചിതൻ ഒരു അപരിചിതൻ മാത്രമാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? യാദൃച്ഛികമായിട്ടാണ് ജീവിക്കുന്നത്. The stranger is a person who belongs to no one category or group. അപരിചിതൻ എന്നാൽ അറിയപ്പെടാത്ത ഒരു വിഭാഗത്തിലോ ഗ്രൂപ്പിലോ ഉൾപ്പെടാത്ത ഒരു വ്യക്തിയാണ്. The stranger is a person who belongs to no one category or group. അപരിചിതൻ എന്നാൽ അറിയപ്പെടാത്ത ഒരു വിഭാഗത്തിലോ ഗ്രൂപ്പിലോ ഉൾപ്പെടാത്ത വ്യക്തിയാണ്. അപ്പൊ അപരിചിതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപരിചിതൻ എന്നാൽ അറിയപ്പെടാത്ത ഒരു വിഭാഗത്തിലോ ഗ്രൂപ്പിലോ ഉൾപ്പെടാത്ത വ്യക്തിയാണ്. അപ്പൊ അപരിചിതൻ എന്ന് പറഞ്ഞാല് അറിയപ്പെടാത്ത ഒരു വിഭാഗത്തിലോ ഗ്രൂപ്പിലോ ഉൾപ്പെടാത്ത ഒരു വ്യക്തിയെയാണ് എന്ത് പറയുന്നത്? സ്ട്രേഞ്ചർ എന്ന് പറയുന്നത്. And then in more open spaces the concept of stranger become less well defined as in the city. അതേപോലെ തന്നെ പരിചിതമായ ബന്ധങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തകർച്ചയാണ് നഗരത്തെ അടയാളപ്പെടുത്തുന്നത്. In more open spaces, the concept of the stranger become less well defined as in the city. പരിചിതമായ ബന്ധങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തകർച്ചയാണ് എവിടെ അടയാളപ്പെടുത്തുക? സിറ്റി, നഗരത്തെ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ നഗരത്തിൽ അടയാളപ്പെടുത്തുന്നത് എന്താണ്? പരിചിതമായ ബന്ധങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തകർച്ച. പരിചിതമായ ബന്ധങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തകർച്ചയാണ് എവിടെ അടയാളപ്പെടുത്തുന്നത്? മാർക്ക്ഡ് മീൻസ് അടയാളപ്പെടുത്തുന്നു. അപ്പോ പരിചിതമായ ബന്ധങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തകർച്ചയാണ് നഗരത്തിൽ അടയാളപ്പെടുത്തുന്നത്. The city is marked by a breaking down of familiar relationship and group that may also lead to situation of അനോമി ആൻഡ് മോറൽ വെക്കം. വൈരുദ്ധ്യത്തിൻ്റെയും അധാർമിക ശൂന്യതയുടെയും. മോറൽ വെക്കം എന്ന് പറഞ്ഞാൽ എന്താ? ധാർമ്മിക ശൂന്യത. മൊറാലിറ്റി, ധാർമ്മികത. മോറൽ വെക്കം എന്ന് പറഞ്ഞാൽ ധാർമ്മിക ശൂന്യത. അപ്പൊ ധാർമ്മിക ശൂന്യതയുടെയും അതേപോലെ തന്നെ പിന്നെ ഏതാണ് അവിടെ ഉദ്ദേശിച്ചത്? അനോമി എന്ന് ഉദ്ദേശിച്ചാൽ വൈരുദ്ധ്യത്തിന്റെയും സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. അതാണ് സ്ട്രേഞ്ചർ. ഇപ്പൊ എന്താണ് സ്ട്രേഞ്ചറിൽ പറഞ്ഞേ? അപരിചിതൻ ഒരു അപരിചിത വ്യക്തിത്വം മാത്രമാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് യാദൃച്ഛികമായി അവൻ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. അതേപോലെ സ്ട്രേഞ്ചർ അപരിചിതൻ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചർ എന്നാൽ അറിയപ്പെടാത്ത ഒരു വിഭാഗത്തിലോ ഗ്രൂപ്പിലോ ഉൾപ്പെടാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം. അതേപോലെ തന്നെ കൂടുതൽ തുറന്ന ഇടങ്ങളിൽ അപരിചിതൻ എന്ന ആശയം നഗരത്തെ പോലെ നന്നായി നിർവചിക്കപ്പെടുന്നില്ല. തുറന്ന ഇടങ്ങളില് അപരിചിതൻ എന്ന വാക്ക് എന്ത് ചെയ്യപ്പെടുന്നില്ല എന്നാ പറയുന്നത്? നന്നായി നിർവചിക്കപ്പെടുന്നില്ല. എന്നാൽ പരിചിതമായ ബന്ധങ്ങളുടെയും
ഗ്രൂപ്പുകളുടെയും തകർച്ചയാണ് എവിടെ അടയാളപ്പെടുത്തുന്നത്? നഗരത്തിൽ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ the city is marked by a breakdown of familiar relationship and group that may also led to situation of anomy and moral vacuum. അങ്ങനെ പറഞ്ഞ എന്താണ്? വൈരുദ്ധ്യത്തിന്റെയും, വൈരുദ്ധ്യം മീൻസ് എന്താ? അനോമി. അനോമി എന്ന് പറഞ്ഞ വൈരുദ്ധ്യം. വൈരുദ്ധ്യത്തിന്റെയും മോറൽ വെക്കം, ധാർമ്മിക ശൂന്യതയുടെയും സാഹചര്യത്തിലേക്ക് ഏത് നയിച്ചേക്കാം? ഈ സ്ട്രേഞ്ചർ അഥവാ അപരിചിതത്വം നയിച്ചേക്കാം. അതേപോലെ ഇനി നമ്മൾക്ക് പറയാനുള്ള മറ്റൊരു ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചോളൂ, സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസ്. സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ. സോഷ്യോളജിയും അതേപോലെ തന്നെ ഡിസിപ്ലിൻസും. ആ ടോപ്പിക്കില് സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ എന്ന ടോപ്പിക്കില് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കില് 5ാമത്തെ പാരഗ്രാഫും 6ാമത്തെ പാരഗ്രാഫും 7ാമത്തെ പാരഗ്രാഫ് വേണ്ടുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ 5ഉം 6ഉം ആണ് എഴുതിയിട്ടിട്ടുള്ളത്. സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ എന്ന ടോപ്പിക്കില് 5ാമത്തെ പാരഗ്രാഫും 6ാമത്തെ പാരഗ്രാഫും അതേപോലെ തന്നെ 7ാമത്തെ പാരഗ്രാഫേ നമുക്ക് ആവശ്യമുള്ളൂ. അതിലെ 5ഉം 6ഉം ആണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. 5ാമത്തെ പാരഗ്രാഫ് നോക്കൂ. These days, studies are mostly undertaken to please the power holders and those who control the resources for the conduct of research. Military, social worker, big corporation and the prison and the market for such research is also increasing. അതായത് എന്താ ഇവിടെ പറയുന്നത്? These days, studies, ഇക്കാലത്ത് പഠനങ്ങൾ കൂടുതലും നടത്തുന്നത് അധികാരത്തിലിരിക്കുന്നവരെയും, ഇക്കാലത്ത് പഠനങ്ങൾ സ്റ്റഡി നടത്തുന്നത് ആരെ കുറിച്ചാണ് എന്നാ പറയണത്? ഇക്കാലത്ത് സ്റ്റഡി കൂടുതലും പഠനങ്ങൾ കൂടുതലും നടത്തുന്നത് അധികാരത്തിലിരിക്കുന്നവരെയും, മിലിറ്ററി സൈന്യം, പിന്നെ സോഷ്യൽ വർക്കേഴ്സ് സാമൂഹിക പ്രവർത്തകർ, പിന്നെ ബിഗ് കോർപ്പറേഷൻ വൻകിട കോർപ്പറേഷനുകൾ, അതേപോലെ തന്നെ പിന്നെ ആരാണ്? പ്രിസൺ. പ്രിസൺ എന്ന് പറഞ്ഞാൽ ആരാ? പ്രിസൺ എന്ന് ഉദ്ദേശിക്കുന്നത് ആരേനെയാണ്? ജയിൽ തുടങ്ങിയ ഗവേഷണ പ്രവർത്തനം. പ്രിസൺ എന്ന് ഉദ്ദേശിക്കുന്നത് ജയിലിൽ വസിക്കുന്നവർ. അപ്പൊ ജയിൽ തുടങ്ങിയ ഗവേഷണ പ്രവർത്തനങ്ങൾക്കുള്ള വിഭവങ്ങൾ നിയന്ത്രിക്കുന്നവരെയും പെടുത്തുന്നതിനാണ്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ. അതായത് സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ എന്താണ് പറയുന്നത്? These days, studies are mostly undertaken to place the power holders and those who control the resources for the conduct of research. അതായത് ഇക്കാലത്തെ പഠനങ്ങൾ കൂടുതലും നടത്തുന്നത് അധികാരത്തിലിരിക്കുന്നവരെയും, സൈന്യം, സാമൂഹിക പ്രവർത്തകർ, വൻകിട കോർപ്പറേഷനുകൾ, ജയിൽ തുടങ്ങിയ ഗവേഷണ പ്രവർത്തനങ്ങൾക്കുള്ള വിഭവങ്ങൾ നിയന്ത്രിക്കുന്നവരെയും പ്രീതിപ്പെടുത്തുന്നതിനാണ്. അപ്പൊ ഇക്കാലത്ത് പഠനങ്ങൾ കൂടുതലും നടത്തുന്നത് അധികാരത്തിലിരിക്കുന്നവർക്കും, സൈന്യം, സാമൂഹിക പ്രവർത്തകർ, വൻകിട കോർപ്പറേഷനുകൾ, ജയിൽ തുടങ്ങിയ ഗവേഷണ പ്രവർത്തനങ്ങൾക്കുള്ള വിഭവങ്ങൾ നിയന്ത്രിക്കുന്നവരെയും പ്രീതിപ്പെടുത്തുന്നതിനാണ്. ആൻഡ് ദെൻ there is also research done for ideological reasons, such as to prove or disprove a particular political standpoint, feminism or environmentalism. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്? പിന്നെന്താണ് പറയുന്നത്? പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാൽ ഗവേഷണം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? there is a research done for ideological reason. പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാൽ എന്ത് നടത്തപ്പെടുന്നുണ്ട് എന്നാ പറയുന്നത്? ഗവേഷണം നടത്തുന്നുണ്ട്. എക്സാമ്പിൾ, ഉദാഹരണം എന്താണ്? ഒരു പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാട്, അതായത്
എ പാർട്ടിക്കുലർ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റ്. ഉദാഹരണം എന്താണ്? ഒരു പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ പിന്നെ എന്താണ്? ഫെമിനിസം, സ്ത്രീവാദം. അതേപോലെ തന്നെ എൻവയോൺമെന്റലിസം, പരിസ്ഥിതിവാദം. അപ്പൊ സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ എന്നതിലെ 5ാമത്തെ പാരഗ്രാഫാണ് ടീച്ചർ പറഞ്ഞു തന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്? ഇക്കാലത്ത് പഠനങ്ങൾ കൂടുതലും നടത്തുന്നത് എന്തിനാണ്? അധികാരത്തിലിരിക്കുന്നവരെയും സൈന്യം, സാമൂഹിക പ്രവർത്തകർ, വൻകിട കോർപ്പറേഷനുകൾ, ജയിൽ തുടങ്ങിയ ഗവേഷണ പ്രവർത്തനങ്ങൾക്കുള്ള വിഭവങ്ങൾ നിയന്ത്രിക്കുന്നവരെയും പ്രീതിപ്പെടുത്തുന്നതിനാണ്. അത്തരം ഗവേഷണങ്ങളുടെ വിപണിയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഗവേഷണ റിസർച്ച് ഈസ് ആൾസോ ഇൻക്രീസിങ്. അത്തരത്തിലുള്ള ഗവേഷണങ്ങളുടെ ഒരു വിപണി തന്നെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ അവിടെ പറയുന്നത്? ദർ ഈസ് ആൾസോ റിസർച്ച്. പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാൽ എന്ത് നടത്തുന്നുണ്ട്? ദർ ഈസ് ആൾസോ റിസർച്ച് ഡൺ ഫോർ ഐഡിയോളജിക്കൽ റീസൺ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഐഡിയോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാൽ എന്ത് നടത്തുന്നുണ്ട്? ഗവേഷണം നടക്കുന്നുണ്ട്. ഐഡിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യയശാസ്ത്രപരമായ. അപ്പൊ പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാൽ എന്ത് നടത്തപ്പെടുന്നുണ്ട്? ഗവേഷണം നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എന്താണ്? അതായത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റ്, അതായത് പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാടും, അതേപോലെ തന്നെ ഫെമിനിസം, സ്ത്രീവാദം, അതേപോലെ തന്നെ എൻവയോൺമെന്റലിസം, പരിസ്ഥിതിവാദം. ഇനി അതില് 6ാമത്തെ പാരഗ്രാഫാണ് പറയുന്നത്. ഇപ്പൊ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ എന്ന ടോപ്പിക്കില് 5ഉം 6ഉം 7ഉം പാരഗ്രാഫുകളെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് 5 പറഞ്ഞു കഴിഞ്ഞു. ഞാൻ 6ാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കാം. Thus it is important for social scientists to be aware of the political meanings of the work. അതിനാൽ സാമൂഹിക ശാസ്ത്രജ്ഞൻ തന്റെ കൃതിയുടെ രാഷ്ട്രീയ അർത്ഥങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് പ്രധാനമാണ്. Thus it is important for social scientists to be aware of the political meaning of the work. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ, സോഷ്യൽ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? സാമൂഹിക ശാസ്ത്രജ്ഞൻ. അപ്പൊ ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ തന്റെ കൃതിയുടെ രാഷ്ട്രീയ അർത്ഥങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് പ്രധാനമാണ്. There is an explicit demand for ideological justification of newer institutions have come about and older ones have lost their power mongering. അതായത് പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ തന്റെ കൃതിയുടെ രാഷ്ട്രീയ അർത്ഥങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് പ്രധാനമാണ്. അതേപോലെ തന്നെ പുതിയ സ്ഥാപനങ്ങൾ അവിടെ ഉയർന്നു വരികയും പഴയക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്താൽ പ്രത്യയശാസ്ത്രപരമായ ന്യായീകരണങ്ങൾക്കായി വ്യക്തമായ ആവശ്യമുണ്ട്. അപ്പൊ എന്താ അവിടെ പറയുന്നത്? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പുതിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരികയും newer institution, there is an explicit demand for ideological justification as newer institutions have come about and older ones have lost their power mongering എന്നാ പറയുന്നത്. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? സാമൂഹ്യ ശാസ്ത്രജ്ഞർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പുതിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരികയും പഴയക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തതിനാൽ പ്രത്യയശാസ്ത്രപരമായ ന്യായീകരണങ്ങൾക്കായി വ്യക്തമായ ആവശ്യമുണ്ട്. പുതിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരികയും പഴയവയ്ക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തതിനാൽ പ്രത്യയശാസ്ത്രപരമായ ന്യായീകരണങ്ങൾക്കായി വ്യക്തമായ ആവശ്യമുണ്ട്. The social scientist is, if not knowingly, working for the bureaucratic setup for the upholding of ideological justification.
ആ അതേപോലെ തന്നെ പിന്നെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ദ സോഷ്യൽ സയന്റിസ്റ്റ്, സാമൂഹിക ശാസ്ത്രജ്ഞർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും, the social scientist is, if not knowingly, working for the bureaucratic setup for the upholding of ideological justification. സാമൂഹ്യ ശാസ്ത്രജ്ഞർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും പ്രത്യയശാസ്ത്രപരമായ ന്യായീകരണം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിനായി പ്രവർത്തിക്കുന്നു. അതായത് ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് ഫോർ ദ അപ്ഹോൾഡിംഗ് ഓഫ് ഐഡിയോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സാമൂഹിക ശാസ്ത്രജ്ഞർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും പ്രത്യയശാസ്ത്രപരമായ ന്യായീകരണം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിനായിട്ട് പ്രവർത്തിക്കുന്നു. And then both types are finally meant to legitimize the institution as a whole. അതേപോലെ തന്നെ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ടു തരങ്ങൾ ഒടുവിൽ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ നിയമവിധേയമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോ ഈ ബ്യൂറോക്രാറ്റിക് ആയാലും സോഷ്യൽ സയന്റിസ്റ്റ് ആയാലും ഇവയൊക്കെ എന്തിനു ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാ പറയുന്നത്? സ്ഥാപനങ്ങളെ മൊത്തത്തിൽ നിയമവിധേയമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. 6ാമത്തെ പാരഗ്രാഫ്. അതായത് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞർ തന്റെ കൃതികളുടെ രാഷ്ട്രീയ അർത്ഥങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് പ്രധാനമാണ്. പുതിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരികയും പഴയവയ്ക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തതിനാൽ പ്രത്യയശാസ്ത്രപരമായ നീതീകരണങ്ങൾക്കായി വ്യക്തമായ ആവശ്യമുണ്ട്. സാമൂഹിക ശാസ്ത്രജ്ഞർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും പ്രത്യയശാസ്ത്രപരമായ ന്യായീകരണം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ബ്യൂറോക്രാറ്റിക് അഥവാ ഉദ്യോഗസ്ഥ സംവിധാനത്തിനായി പ്രവർത്തിക്കുന്നു. ഈ രണ്ടു തരങ്ങളും ഒടുവിൽ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ നിയമവിധേയമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇനി അതിലെ 7ാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ഓക്കെ. അപ്പോൾ സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻ. സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിനിൽ ഞാൻ പറഞ്ഞിരുന്നു 5ാമത്തെയും 6ാമത്തെയും പാരഗ്രാഫുകളാണ് നമുക്കതിൽ വേണ്ടത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിനിലെ 7ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. 7ാമത്തെ പാരഗ്രാഫ്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് നോക്കൂ. ദ പൊളിറ്റിക്കൽ മീനിങ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് യൂസസ് ഓഫ് സോഷ്യൽ സയൻസ് have seen a shift and have been overshadowed by new manipulative methods that can be termed as bureaucratic social science. അതായത് 7ാമത്തെ പാരഗ്രാഫാണ് പറയണത്. നമ്മളതിലെ ഈ സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിനിൽ 5ഉം 6ഉം പറഞ്ഞു. ഇനി അതിലെ 7ാമത്തെ പാരഗ്രാഫിൽ പറയുകയാണ്. അതായത് സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ രാഷ്ട്രീയ അർത്ഥങ്ങളിലും ഭരണപരമായ ഉപയോഗങ്ങളിലും വന്നിട്ടുണ്ട്. ദ പൊളിറ്റിക്കൽ മീനിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് യൂസസ് ഓഫ് സോഷ്യൽ സയൻസ് have seen a shift and have been overshadowed by new manipulative methods that can be termed as bureaucratic social science. സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ രാഷ്ട്രീയ അർത്ഥങ്ങളിലും സാമൂഹ്യശാസ്ത്രങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ പൊളിറ്റിക്കൽ മീനിങ്സ് രാഷ്ട്രീയ അർത്ഥങ്ങളിലും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് യൂസസ് ഭരണപരമായ ഉപയോഗങ്ങളിലും വന്നിട്ടുണ്ട്. എന്താണ് വന്നിട്ടുള്ളത്? പുതിയ കൃത്രിമ രീതികൾ, ന്യൂ മാനിപ്പുലേറ്റീവ് മെത്തേഡ്സ്. പുതിയ കൃത്രിമ രീതികൾ അഥവാ ന്യൂ മാനിപ്പുലേറ്റീവ് മെത്തേഡ്സ്. അപ്പോൾ സാമൂഹ്യശാസ്ത്രങ്ങളുടെ രാഷ്ട്രീയ അർത്ഥങ്ങളിലും ഭരണപരമായ ഉപയോഗങ്ങളിലും എന്ത് വന്നിട്ടുണ്ട്? പുതിയ കൃത്രിമ രീതികൾ വന്നിട്ടുണ്ട്. പുതിയ കൃത്രിമ രീതികളും അവയെ പിന്നെന്താണ് അവിടെ പറയുന്നത്? അവയെ എന്ത് ചെയ്യുന്നു? ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ് ബ്യൂറോക്രാറ്റിക് സോഷ്യൽ സയൻസ്.
അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ മീനിങ്ങിലും അഡ്മിനിസ്ട്രേറ്റീവ് യൂസസിലും ഭരണപരമായ ഉപയോഗങ്ങളിലും പുതിയ കൃത്രിമ രീതികൾ വന്നിട്ടുണ്ടെങ്കിലും അവയെ മറികടക്കുകയും ഉദ്യോഗസ്ഥ സാമൂഹികർ എന്ന് വിളിക്കാവുന്ന രീതികളെ അവഗണിച്ചിരുന്നു. അപ്പോൾ സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ രാഷ്ട്രീയ അർത്ഥങ്ങളിലും ഭരണപരമായ ഉപയോഗങ്ങളിലും പുതിയ കൃത്രിമ രീതികൾ വന്നിട്ടുണ്ടെങ്കിലും അവയെ മറികടക്കുകയും ഉദ്യോഗസ്ഥ സാമൂഹികർ എന്ന് വിളിക്കാവുന്ന രീതിയെ എന്ത് ചെയ്തിരുന്നു? അവഗണിച്ചിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ സാമൂഹികർ എന്ന് വിളിക്കാവുന്ന രീതിയെ എന്ത് ചെയ്തു? ബ്യൂറോക്രാറ്റിക് സോഷ്യൽ സയൻസ് എന്ന് വിളിക്കാവുന്ന രീതികളെ അവിടെ എന്ത് ചെയ്യപ്പെട്ടിരുന്നു? അവഗണിച്ചിരുന്നു. അതേപോലെ തന്നെ അത്തരം സച്ച് റിസർച്ച് വർക്ക് മെനി ഇൻവോൾവ് ഫണ്ട് ബീയിങ് പ്രൊവൈഡഡ് ആൻഡ് ഫെസിലിറ്റി മെയ്ഡ് അവൈലബിൾ ഓൺലി ടു പ്രൂവ് സംതിങ് ദാറ്റ് privileges that funding institution or agency for example. അതായത് പിന്നെന്താ അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? അതിൻ്റെ മുന്നേ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അത്തരം ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഫണ്ടുകൾ നൽകുന്നതും സൗകര്യങ്ങൾ നൽകുന്നതും ഉൾപ്പെട്ടേക്കാം. അപ്പം ഇത്തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഫണ്ടുകൾ നൽകുന്നതും സൗകര്യങ്ങൾ നൽകുന്നതൊക്കെ എന്ത് ചെയ്യപ്പെടാം? പ്രിവിലേജസ് ഓഫ് ദ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഏജൻസി. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഫണ്ടുകൾ നൽകുന്നതും സൗകര്യങ്ങൾ നൽകുന്നതൊക്കെ എന്ത് ചെയ്യപ്പെടാം എന്നാ പറയുന്നത്? ഉൾപ്പെട്ടേക്കാം. ഫോർ ദ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. A state bent upon making a town may sponsor research to prove that the dam has very little negative impact upon the environment. Thus, social research may be used as political and economic tool to legitimize a particular enterprise. അതായത് ഇവിടെ എന്താണ്? അതേപോലെ തന്നെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ധനസഹായ സ്ഥാപനത്തിനോ ഇവിടെ എക്സാമ്പിൾ എ സ്റ്റേറ്റ് ബെൻഡ് അപ്പോൺ മേക്കിംഗ് ഡൗൺ എ സ്പോൺസർ റിസർച്ച് പ്രൂവ് ദാറ്റ് ഡാം ഹാസ് വെരി ലിറ്റിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് അപ്പോൺ എൻവയോൺമെൻറ്റ്. ദ സോഷ്യൽ റിസർച്ച് മേ ബി യൂസ്ഡ് എ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ടൂൾ ലെജിറ്റമൈസ് എ പാർട്ടിക്കുലർ എൻ്റർപ്രൈസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു എക്കണോമിക് ടൂൾ ടു ലെജിറ്റമൈസ് എ പാർട്ടിക്കുലർ എൻ്റർപ്രൈസ്. ധനസഹായ സ്ഥാപനത്തിനോ ഏജൻസിക്കോ പ്രത്യേകം അവകാശം നൽകുന്ന ഏതെങ്കിലും തെളിയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇത്. അതിനൊരു ഉദാഹരണമാണ് ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒരു സംസ്ഥാനം അണക്കെട്ടിന് പരിസ്ഥിതിയിൽ വളരെ കുറച്ച് നെഗറ്റീവ് ആഘാതമേ ഉള്ളൂ എന്ന് തെളിയിക്കാൻ ഗവേഷണം നടത്തിയേക്കാം. അങ്ങനെ ഒരു പ്രത്യേക ലാഭകരമായ സംരംഭത്തെ നിയമവിധേയമാക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാമ്പത്തിക ഉപകരണമായി സാമൂഹിക ഗവേഷണം ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? Such research work may involve fund being provided and facility made available only to prove something that privileges the fund institution or agency. അതായത് ധനസഹായ സ്ഥാപനത്തിനോ ഏജൻസിക്കോ പ്രത്യേകം അവകാശം നൽകുന്ന ഏതെങ്കിലും തെളിയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇത്. ഞാൻ ഇതിനൊരു ഉദാഹരണം പറയുകയാണ്. ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി ഒരു സംസ്ഥാനം തീരുമാനിക്കുകയും ആ സംസ്ഥാനം അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ പരിസ്ഥിതി വളരെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ആഘാതം മാത്രമേ ഉണ്ടാകൂ എന്ന് തെളിയിക്കാൻ ഗവേഷണം നടത്തിയേക്കാം. അങ്ങനെ ഒരു പ്രത്യേക ലാഭകരമായ ഒരു സംരംഭത്തെ നിയമവിധേയമാക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാമ്പത്തിക ഉപകരണമായി സാമൂഹിക ഗവേഷണം ഉപയോഗിക്കാം. അപ്പോൾ സാമൂഹിക ഗവേഷണം ഇവിടെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്? ഇപ്പോൾ നമ്മളൊരു അണക്കെട്ട് പണിയുകയാണെങ്കിൽ ആ അണക്കെട്ട് പണിയുമ്പോൾ അണക്കെട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് വ്യവസായശാലകൾക്കും അതേപോലെ തന്നെ കാർഷികപരമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ജലം എത്തിക്കാൻ അതേപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനൊക്കെ അണക്കെട്ട് നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു അണക്കെട്ട് പണിയുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആഘാതം
എത്രയേ ഉള്ളൂ എന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വളരെ കുറച്ച് നെഗറ്റീവ് പണക്കെട്ട് പണിത് കരുതിയിട്ട് ഒരുപാട് നെഗറ്റീവ് ആഘാതമൊന്നുമില്ല, വളരെ കുറച്ച് നെഗറ്റീവ് ആഘാതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് തെളിയിക്കാൻ ഗവേഷണം നടത്തിയേക്കാം. അങ്ങനെ ഒരു പ്രത്യേക ലാഭകരമായ സംരംഭത്തെ നിയമവിധേയമാക്കുന്നതിനുള്ളൊരു രാഷ്ട്രീയ സാമ്പത്തിക ഉപകരണമായി ഏത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്? സാമൂഹിക ഗവേഷണം ഉപയോഗിക്കാം. അതാണ് സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിനിലെ 7ാമത്തെ പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ശ്രദ്ധിച്ചോളൂ. മിൽസ് യൂസസ് ഓഫ് ഹിസ്റ്ററി. മിൽസ് അതായത് CW മിൽസ് ചരിത്രത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മിൽസ് എങ്ങനെയാണ് ചരിത്രത്തെ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ശ്രദ്ധിക്കൂ. The work of the historian are important as it contains all aspects of social sciences, for in all social studies one need to have an historical viewpoint of the problem or the area. അതായത് പ്രോബ്ലം ഓർ ദ ഏരിയ എന്താണ് പറയുന്നത്? സമൂഹശാസ്ത്രം എന്നാണ് സോഷ്യോളജിയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതിനാൽ ചരിത്രകാരന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. ഇപ്പം മിൽ യൂസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രപരമായ ഉപയോഗത്തെ മില്ല് എങ്ങനെയാണ് പറയുന്നത്? ദ വർക്ക് ഓഫ് ദ ഹിസ്റ്റോറിയൻ ആർ ഇമ്പോർട്ടൻ്റ് ആസ് ഇറ്റ് കണ്ടെയ്ൻ ഓൾ ആസ്പെക്ട് ഓഫ് സോഷ്യൽ സയൻസസ്, ഫോർ ഇൻ ഓൾ സോഷ്യൽ സ്റ്റഡീസ് one need to have an historical viewpoint of the problem or the area. സമൂഹശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതിനാൽ ചരിത്രകാരന്മാരുടെ പ്രവർത്തനം വളരെ പ്രധാനമാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതിനാൽ ചരിത്രകാരന്മാരുടെ ഹിസ്റ്റോറിയസ്റ്റിൻ്റെ അല്ലെങ്കിൽ ചരിത്രകാരന്മാരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നാ പറയുന്നത്? വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ അതിന് കാരണം എന്താണ് പറയാനുള്ള കാരണം? എല്ലാ സാമൂഹിക പഠനങ്ങളിലും ഒരാൾക്ക് പ്രശ്നത്തെക്കുറിച്ചോ മേഖലയെക്കുറിച്ചോ ഒരു ചരിത്രപരമായ വീക്ഷണം ഉണ്ടായിരിക്കണം. For in all social studies one need to have historical viewpoint of the problem or the area. കാരണം എല്ലാ സാമൂഹിക പഠനങ്ങളിലും ഒരാൾക്ക് ഒരു പ്രശ്നത്തെക്കുറിച്ചോ മേഖലയെക്കുറിച്ചോ ചരിത്രപരമായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു വീക്ഷണം ഉണ്ടായിരിക്കണം. ഇപ്പം എന്താ ഇവിടുന്ന് തൊട്ടിട്ടുള്ള ഇതുവരെയുള്ള കാര്യം ഞാൻ പറഞ്ഞത്? The work of the historian are important as it contain all aspects of social sciences, for in all social studies one need to have an historical viewpoint of the problem or the area. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതിനാൽ ചരിത്രകാരന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതിനാൽ ചരിത്രകാരന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. കാരണം എല്ലാ സാമൂഹിക പഠനങ്ങളിലും ഒരാൾക്ക് ഒരു പ്രശ്നത്തെക്കുറിച്ചോ മേഖലയെക്കുറിച്ചോ ചരിത്രപരമായൊരു വീക്ഷണം ഉണ്ടായിരിക്കണം. There is always an assumption when historian from one world goes to study another area, there is possible that he begins to compare. പിന്നെന്താണ് പറയുന്നത്? ഒരു ലോകത്തിൽ നിന്നുള്ള there is always assumptions when historian from one world എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോകത്തിൽ നിന്നുള്ള ചരിത്രകാരൻ മറ്റൊരു മേഖലയെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ അദ്ദേഹം താരതമ്യം ചെയ്യാൻ തുടങ്ങുമെന്ന ഒരു അനുമാനം എപ്പോഴും ഉണ്ടാകും. ഒരു ലോകത്തിൽ നിന്നുള്ള ചരിത്രകാരൻ മറ്റൊരു മേഖലയെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ അദ്ദേഹം താരതമ്യം ചെയ്യാൻ തുടങ്ങുമെന്ന ഒരു അനുമാനം എപ്പോഴും ഉണ്ടാകും. There is always an assumption when historian from one world goes to study another area, there is possible that he begin to compare. എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യം ചെയ്യുമെന്നുള്ള അനുമാനം എപ്പോഴും ഉണ്ടാകും.
എന്താണ് പറയുന്നത്? ഒരു ലോകത്ത് നിന്നുള്ള ചരിത്രകാരൻ മറ്റൊരു മേഖലയെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ അദ്ദേഹം താരതമ്യം ചെയ്യാൻ തുടങ്ങുമെന്ന ഒരു അനുമാനം എപ്പോഴും ഉണ്ടാകും. ഒരു ലോകത്ത് നിന്നുള്ള ചരിത്രകാരൻ മറ്റൊരു മേഖലയെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ അനദർ സെക്ഷനെ കുറിച്ച് സ്റ്റഡി ഇൻ അനദർ ഏരിയ. ഇപ്പോൾ ഒരു ലോകത്ത് നിന്നുള്ള ചരിത്രകാരൻ അനദർ മേഖലയെ, അനദർ സെക്ഷൻ അല്ലെങ്കിൽ അനദർ ഏരിയയെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ അദ്ദേഹം താരതമ്യം ചെയ്യാൻ തുടങ്ങുമെന്നൊരു അനുമാനം എന്തുണ്ടാവും? എപ്പോഴും ഉണ്ടാകും. പിന്നെ എന്താണ് പറയുന്നത്? But there is need of the historical materials even if we are not doing comparative studies. അതേപോലെ തന്നെ എന്നാൽ താരതമ്യ പഠനങ്ങൾ നടത്തുന്നില്ലെങ്കിലും ചരിത്രപരമായ വസ്തുക്കളുടെ ആവശ്യകതയുണ്ട്. എന്താണ് പറയുന്നത്? But there is need of historical material even if are not doing comparative study. താരതമ്യ പഠനങ്ങൾ നടത്തുന്നില്ലെങ്കിലും ചരിത്രപരമായ വസ്തുക്കളുടെ ആവശ്യകതയുണ്ട്. താരതമ്യ പഠനങ്ങൾ നടത്തുന്നില്ലെങ്കിൽ എന്താവശ്യമുണ്ട് എന്നാ പറയുന്നത്? ചരിത്രപരമായ വസ്തുക്കളുടെ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയുടെ ആവശ്യകതയുണ്ട്. ഹിസ്റ്ററി ആഡ്സ് ദ റിക്വയർഡ് ഡെപ്ത് ടു sociological analysis and provides a backdrop to the current social situation. അതേപോലെ തന്നെ ചരിത്രം സാമൂഹ്യശാസ്ത്ര വിശകലനത്തിന് ആവശ്യമായ ആഴം കൂട്ടുകയും നിലവിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കൊരു പശ്ചാത്തലം നൽകുകയും ചെയ്യുന്നു. ചരിത്രം, ഹിസ്റ്ററി, സോഷ്യോളജിക്കൽ വിശകലനത്തിന് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ മറ്റൊരു പേരാണ് സമൂഹശാസ്ത്രം. അപ്പോൾ ചരിത്രം സമൂഹശാസ്ത്ര വിശകലനത്തിന് ആവശ്യമായ ആഴം കൂട്ടുകയും നിലവിലെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് ഒരു പശ്ചാത്തലം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ചരിത്രം സമൂഹശാസ്ത്ര വിശകലനത്തിന് ആവശ്യമായിട്ടുള്ള എന്ത് നൽകുന്നു? ആഴം കൂട്ടുകയും നിലവിലെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് ഒരു പശ്ചാത്തലം നൽകുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഇൻ വാട്ട് വേ സോഷ്യോളജി ലുക്ക് അറ്റ് റിയാലിറ്റി. ഇൻ വാട്ട് വേ സോഷ്യോളജി ലുക്ക് അറ്റ് റിയാലിറ്റി. സോഷ്യോളജിയുടെ റിയാലിറ്റികൾ ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. രണ്ടെണ്ണം ഉണ്ട്. മിൽസ് ദ ഹ്യൂമൻ വെറൈറ്റി ഉണ്ട്, ബൗമാൻ വാല്യൂ ആൻഡ് ആക്ഷനും ഉണ്ട്. അപ്പോൾ സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട റിയാലിറ്റികൾ രണ്ടെണ്ണമാണുള്ളത്. മിൽസ് ദ ഹ്യൂമൻ വെറൈറ്റി ഉണ്ട്, ബൗമാൻ്റെ വാല്യൂ ആൻഡ് ആക്ഷനും ഉണ്ട്. അതിൽ മിൽസിൻ്റെ ദ ഹ്യൂമൻ വെറൈറ്റി എന്താ എന്ന് നമുക്ക് നോക്കാം. മിൽസ് ദ ഹ്യൂമൻ വെറൈറ്റി. മിൽസ് ദ ഹ്യൂമൻ വെറൈറ്റിയിലെ ആദ്യത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മിൽസ് ദ ഹ്യൂമൻ വെറൈറ്റിയിലെ ഫസ്റ്റ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ദ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ് ടെൽസ് us that there is variety of social system and social structures and the first and foremost task in comparing them is to keep an unbiased attitude. അതായത് എന്താണ് മിൽസ് ഹ്യൂമൻ വെറൈറ്റിയിൽ പറയുന്നത്? ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി, ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മോട് പറയുന്നത്. ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? പറയുന്നത് വൈവിധ്യമാർന്ന സാമൂഹിക വ്യവസ്ഥകളും സാമൂഹിക ഘടനകളും ഉണ്ടെന്നും അവയെ താരതമ്യം ചെയ്യുന്നതിൽ പ്രഥമവും പ്രധാനവുമായ കടമ പക്ഷപാതമില്ലാത്ത മനോഭാവം നിലനിർത്തുക എന്നതാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? The historical reality tells us that there is variety of social system and social structures and the first and foremost task in comparing them is to keep an unbiased attitude. ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മോട് പറയുന്നത്
വൈവിധ്യമാർന്ന സാമൂഹിക വ്യവസ്ഥകളും സാമൂഹിക ഘടനകളും ഉണ്ടെന്നും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മോട് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. വൈവിധ്യമാർന്ന സാമൂഹിക വ്യവസ്ഥകളും സാമൂഹിക ഘടനകളും ഉണ്ടെന്നും അവയെ താരതമ്യം ചെയ്യുന്നതിൽ പ്രഥമവും പ്രധാനവുമായ കടമ പക്ഷപാതമില്ലാത്ത മനോഭാവം നിലനിർത്തുക എന്നതാണ്. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? The historical reality tells us that there is variety of social system and social structures, and the first and foremost task in comparing then is to keep an unbiased attitude. ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മോട് പറയുന്നത് വൈവിധ്യമാർന്ന സാമൂഹിക വ്യവസ്ഥകളും സാമൂഹിക ഘടനകളും ഉണ്ടെന്നും അവയെ താരതമ്യം ചെയ്യുന്നതിൽ പ്രഥമവും പ്രധാനവുമായ കടമ പക്ഷപാതമില്ലാത്ത മനോഭാവം നിലനിർത്തുക എന്നതാണ്. അപ്പോൾ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? വൈവിധ്യമാർന്ന എങ്ങനത്തെയാണ്? വൈവിധ്യമാർന്നിട്ടുള്ള സാമൂഹിക വ്യവസ്ഥകളും അതേപോലെ തന്നെ സാമൂഹിക ഘടനകളും സോഷ്യൽ സ്ട്രക്ചേഴ്സും. വെറൈറ്റി പറഞ്ഞാൽ എന്താ? വൈവിധ്യമാർന്നിട്ടുള്ള സാമൂഹിക ഘടനകൾ, സോഷ്യൽ സിസ്റ്റംസും സോഷ്യൽ സ്ട്രക്ചേഴ്സും. അപ്പോൾ വൈവിധ്യമാർന്ന സാമൂഹിക ഘടനകളും സാമൂഹിക വ്യവസ്ഥകളും, സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാമൂഹിക വ്യവസ്ഥ, സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സാമൂഹിക ഘടനകളും ഉണ്ടെന്നും അവയെ താരതമ്യം ചെയ്യുന്നതിൽ പ്രഥമവും പ്രധാനവുമായ കടമ വേർതിരിവില്ലാത്ത മനോഭാവം നിലനിർത്തുക എന്നതാണ്. A sociological perspective put all society on the same scale in terms of value and only grades them in structural terms like complexity and demography. അതേപോലെ തന്നെ a sociological perspective ഒരു സാമൂഹ്യ ശാസ്ത്ര വീക്ഷണം എല്ലാ സമൂഹങ്ങളെയും മൂല്യങ്ങളുടെ കാര്യത്തിൽ, ഒരു സമൂഹശാസ്ത്ര വീക്ഷണം എല്ലാ സമൂഹങ്ങളെയും മൂല്യങ്ങളുടെ കാര്യത്തിൽ ഒരേ സ്കെയിലിൽ നിലനിർത്തുകയും സങ്കീർണത, ജനസംഖ്യാശാസ്ത്രം, കോംപ്ലക്സിറ്റി, അതേപോലെ തന്നെ എന്താണ് ഇവിടെ സങ്കീർണത പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സിറ്റി. ഡെമോഗ്രഫി പറഞ്ഞാൽ എന്താ? ജനസംഖ്യാശാസ്ത്രം തുടങ്ങിയ ഘടനാപരമായ പദങ്ങളിൽ മാത്രം അവയെ തരംതിരിക്കുകയും ചെയ്യുന്നു. ഇപ്പം എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? A sociological perspective put all society on the same scale in terms of value and only grade them in structural terms like complexity and demography. എന്നാൽ ഒരു സാമൂഹ്യ ശാസ്ത്ര വീക്ഷണം എല്ലാ സമൂഹങ്ങളെയും മൂല്യങ്ങളുടെ കാര്യത്തിൽ ഒരേ സ്കെയിലിൽ നിർണയിക്കുകയും അതേപോലെ തന്നെ കോംപ്ലക്സിറ്റി, സങ്കീർണത, ഡെമോഗ്രഫി, ജനസംഖ്യാശാസ്ത്രം തുടങ്ങിയ ഘടനാപരമായ പദങ്ങളിൽ മാത്രം അവയെ തരംതിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്, സാമൂഹ്യ ശാസ്ത്ര വീക്ഷണം എല്ലാ സമൂഹങ്ങളെയും മൂല്യങ്ങളുടെ കാര്യത്തിൽ ഒരേ സ്കെയിലിൽ നിലനിർത്തുകയും പിന്നെ സങ്കീർണത അഥവാ കോംപ്ലക്സിറ്റിയും ഡെമോഗ്രഫി, ജനസംഖ്യാശാസ്ത്രം തുടങ്ങിയ ഘടനാപരമായ പദങ്ങളിൽ മാത്രം അവയെ തരംതിരിക്കുകയും ചെയ്യുന്നു. അതിലെ സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹ്യൂമൻ വെറൈറ്റിയിലെ സെക്കൻഡ് പാരഗ്രാഫാണ് പറയുന്നത്. ഇൻ സ്റ്റഡിയിങ് സൊസൈറ്റി ദ സോഷ്യോളജിസ്റ്റ് ആൾസോ concur with the social anthropologist whose task is also to study society. സമൂഹത്തെ പഠിക്കുന്നതിൽ സമൂഹശാസ്ത്രജ്ഞരും സമൂഹത്തെ പഠിക്കുക എന്ന ദൗത്യം വഹിക്കുന്ന സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞനുമായി യോജിക്കുന്നു. ഇൻ സ്റ്റഡിയിങ് സൊസൈറ്റി സമൂഹത്തെ പഠിക്കുന്നതിൽ the sociologist also concur with the social anthropologist whose task is also to studying society. സമൂഹത്തെ പഠിക്കുന്നതിൽ
സമൂഹശാസ്ത്രജ്ഞരും സമൂഹത്തെ പഠിക്കുക എന്ന ദൗത്യം വഹിക്കുന്ന സാമൂഹിക നരവംശാസ്ത്രജ്ഞരുമായി എന്ത് ചെയ്യുന്നു, യോജിക്കുന്നു. സാമൂഹിക നരവംശാസ്ത്രജ്ഞരെ പറയുന്ന പേരാണ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ്. ഇപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തെ പഠിക്കുന്നതിൽ സമൂഹശാസ്ത്രജ്ഞരും സമൂഹത്തെ പഠിക്കുക എന്ന ദൗത്യം വഹിക്കുന്ന സാമൂഹിക നരവംശാസ്ത്രജ്ഞനുമായി യോജിക്കുന്നു. അപ്പോൾ സോഷ്യോളജിസ്റ്റ് ആരുമായി യോജിക്കുന്നു? സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുമായിട്ട് യോജിക്കുന്നു. സമൂഹത്തെ പഠിക്കുന്നതിൽ സമൂഹശാസ്ത്രജ്ഞരും സമൂഹത്തെ പഠിക്കുക എന്ന ദൗത്യം വഹിക്കുന്ന സാമൂഹിക നരവംശാസ്ത്രജ്ഞനുമായി യോജിക്കുന്നു. ആൻഡ് ദെൻ economics to study social relationship and contemporary economics are deeply embedded in the social relation and norms and values of society and thus have similar interest as sociologists. പിന്നെന്താണ് പറയുന്നത്? സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക ബന്ധങ്ങൾ പഠിക്കുന്നു. സാമ്പത്തിക വിദഗ്ധരും എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക്സ് ടു സ്റ്റഡി സോഷ്യൽ റിലേഷൻഷിപ്പ്. സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക ബന്ധങ്ങളെ, സോഷ്യൽ റിലേഷൻഷിപ്പിനെ പഠിക്കുന്നു. പിന്നെന്താ പറയുന്നത്? ആൻഡ് കണ്ടംപററി എക്കണോമിസ്റ്റ്. സമകാലിക സാമ്പത്തിക വിദഗ്ധരും. കണ്ടംപററി എക്കണോമിസ്റ്റ് പറഞ്ഞാൽ എന്താണ്? സമകാലിക സാമ്പത്തിക വിദഗ്ധരും സമൂഹത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങളിലും അതേപോലെ തന്നെ മാനദണ്ഡങ്ങൾ, നോംസ്, വാല്യൂ, മൂല്യങ്ങൾ. അപ്പോൾ സമകാലിക സാമ്പത്തിക വിദഗ്ധരും സമൂഹത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങളിലും അതേപോലെ തന്നെ നോംസ്, മാനദണ്ഡങ്ങളിലും വാല്യൂസ്, മൂല്യങ്ങളിലും ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതിനാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞരെ പോലെ തന്നെ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ആ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? സമൂഹത്തെ പഠിക്കുന്നതിൽ, സൊസൈറ്റിയെ പഠിക്കുന്നതിൽ സമൂഹശാസ്ത്രജ്ഞരും സമൂഹത്തെ പഠിക്കുക എന്ന ദൗത്യം വഹിക്കുന്ന സാമൂഹിക നരവംശാസ്ത്രജ്ഞരുമായി യോജിക്കുന്നു. അപ്പോൾ സമൂഹത്തെ പഠിക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞരും സമൂഹത്തെ പഠിക്കുക എന്ന ദൗത്യം വഹിക്കുന്ന സാമൂഹ്യ നരവംശാസ്ത്രജ്ഞരും യോജിക്കുന്നു. അതേപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക ബന്ധങ്ങൾ പഠിക്കുന്നു. സോഷ്യൽ എക്കണോമിസ്റ്റുകളും സാമ്പത്തിക വിദഗ്ധരും, അതായത് സാമ്പത്തിക വിദഗ്ധരും എന്തിനെക്കുറിച്ച് പഠിക്കുന്നു? സോഷ്യൽ റിലേഷൻ അഥവാ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അതേപോലെ സമകാലിക സാമ്പത്തിക വിദഗ്ധരും. സമകാലിക സാമ്പത്തിക വിദഗ്ധർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരെയാണ് സമകാലിക സാമ്പത്തിക വിദഗ്ധർ എന്ന് പറയുന്നത്? കണ്ടംപററി എക്കണോമിസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്? കണ്ടംപററി എക്കണോമിസ്റ്റുകളെയാണ് എന്ത് പറയുക? സമകാലിക സാമ്പത്തിക വിദഗ്ധർ. അപ്പോൾ സമകാലിക സാമ്പത്തിക വിദഗ്ധരും സമൂഹത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങളിലും അതേപോലെ തന്നെ മാനദണ്ഡങ്ങളിലും മൂല്യങ്ങളിലും ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതിനാൽ സമൂഹശാസ്ത്രജ്ഞരെ പോലെ തന്നെ താല്പര്യങ്ങൾ നിലനിർത്തുന്നവരാണ്. അതേപോലെ പിന്നെന്താണ് പറയുന്നത്? ദ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആൾസോ സ്റ്റഡി സൊസൈറ്റി ആൻഡ് ഈസ് പവർ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻ കണ്ടംപററി ടൈം. രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ സമൂഹത്തെയും അതിൻ്റെ അധികാര ബന്ധങ്ങളെയും പഠിക്കുന്നു. ഇനി രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ സമൂഹത്തെയും അതിൻ്റെ അധികാര ബന്ധങ്ങളെയും കുറിച്ചും പഠിക്കുന്നു. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്? ആദ്യം ഞാൻ പറഞ്ഞു, സമൂഹത്തെ പഠിക്കുന്നതിൽ സമൂഹശാസ്ത്രജ്ഞരും സമൂഹത്തെ പഠിക്കുക എന്ന ദൗത്യം വഹിക്കുന്ന സാമൂഹിക ആന്ത്രോപോളജിസ്റ്റുകൾ അഥവാ നരവംശാസ്ത്രജ്ഞരുമായി യോജിക്കുന്നു. സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക ബന്ധങ്ങൾ പഠിക്കുന്നു. സാമ്പത്തിക വിദഗ്ധർ അഥവാ എക്കണോമിസ്റ്റുകളും എന്ത് പഠിക്കുന്നുണ്ട്? സോഷ്യൽ റിലേഷൻ പഠിക്കുന്നു. അതേപോലെ തന്നെ സമകാലിക സാമ്പത്തിക വിദഗ്ധരും സമൂഹത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങളിലും അതേപോലെ തന്നെ മാനദണ്ഡങ്ങളിലും മൂല്യങ്ങളിലും ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതിനാൽ
സമൂഹശാസ്ത്രജ്ഞരെ പോലെ താല്പര്യമുള്ളവരാണ്. മാത്രമല്ല രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ എന്താണ് സമൂഹത്തിനെയും അതിൻ്റെ അധികാര ബന്ധങ്ങളെയും പഠിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ സമൂഹത്തെയും അതിൻ്റെ അധികാരത്തെയും അധികാര ബന്ധങ്ങളെയും കുറിച്ച് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മീൻസ് ദ ഹ്യൂമൻ വെറൈറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ബൂമാൻ വാല്യൂ ആൻഡ് ആക്ഷനാണ്. ബോമാൻ്റെ വാല്യൂസും അതേപോലെ തന്നെ ആക്ഷനുമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതിയിടുന്നുള്ളൂ. അപ്പോൾ ഈ എഴുതിയിട്ട കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിൽ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണേ. ഓവറായിട്ട് നമ്മൾ വലിച്ചു വാരി എടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അതൊക്കെ മാർക്ക് ചെയ്ത് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ.